നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും മാൻലി ലുക്ക് ഉണ്ടായിരുന്ന ഒരു ഹീറോയാണ് നടൻ വിശാൽ. സണ്ടക്കോഴിയുടെ റിലീസിന് ശേഷം നടനെ കേരളത്തിലടക്കം നിരവധി ആരാധകരുണ്ട്. ഒരു കാലത്ത് തെന്നിന്ത്യയിലെ ഭൂരിഭാഗം പെൺകുട്ടികളുടെയും ക്രഷായിരുന്നു വിശാൽ. 47കാരനായ താരം തമിഴ് സിനിമയിൽ ഇനിയും വിവാഹം കഴിയാത്ത നടന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ആളാണ്. സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടാണ് വിശാൽ കരിയർ ആരംഭിച്ചത്. പിന്നീട് ചെല്ലമ്മേ സിനിമയിലൂടെ നായകനായി. പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ മുൻനിര നായകനായി. നിർമ്മാതാവായി തമിഴ് സിനിമയിലെ പല സംഘടനകളുടെയും തലപ്പത്തുമെത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോയിൽ വളരെ അവശനായ വിശാലിനെയാണ് ആരാധകർ കണ്ടത്. ആരാധകർക്ക് മാത്രമല്ല, സിനിമയെ സ്നേഹിക്കുന്നവർക്കെല്ലാം അതൊരു ഷോക്കായിരുന്നു. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം റിലീസിനൊരുങ്ങുന്ന മദഗജരാജയുടെ പ്രീ റിലീസ് പരിപാടിയിലാണ് അവശനായി വിശാൽ എത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിലും വാർത്തകളിലെല്ലാം തന്നെ ചർച്ചയായിട്ടുണ്ട്. ഏറെ ക്ഷീണിതരായി കാണപ്പെട്ട താരം ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടെയാണ് വേദിയിലെത്തിയത്. മാത്രമല്ല, സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കുകയും നാക്ക് കുഴയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മുഖത്ത് നീരും വെച്ചിരുന്നു. കാഴ്ചയ്ക്കായി കണ്ണടയും താരം ഉപയോഗിച്ചിരുന്നു. വിശാലിന് എന്ത് പറ്റിയെന്നാണ് വീഡിയോ വൈറലായതോടെ എല്ലാവരും തിരക്കുന്നത്. കടുത്ത മൈഗ്രെയിനും പനിയുമാണ് നടന്റെ അവശതയ്ക്ക് പിന്നിലെന്നാണ് അണിയറ പ്രവർത്തകരും നടന്റെ അടുത്ത വൃത്തങ്ങളും അറിയിച്ചത്. എന്നാൽ പനിക്കും അപ്പുറം മറ്റെന്തോ വലിയൊരു അസുഖം നടനുണ്ടെന്ന് പറയുകയാണ് സിനിമാ നിരൂപകനും മാധ്യമപ്രവർത്തകരുമായ ചെയ്യാറു ബാലു. തമിഴ് സിനിമയിലെ ഏറ്റവും മാൻലി ലുക്കുള്ള നടനായിരുന്നു വിശാൽ. അവനിനി സിനിമയിൽ അഭിനയിച്ച ശേഷം ചെറിയ രീതിയിൽ ഫീമെയിൽ ടച്ച് നടന്റെ പെരുമാറ്റത്തിൽ വന്നിരുന്നു. വിശാലിന്റെ പുതിയ വീഡിയോ വൈറലായ ശേഷം ബോഡി ഫിറ്റായിരിക്കാൻ പരിധി വിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിച്ചതാകും കാരണമെന്നൊക്കെ പ്രചരിക്കുന്നുണ്ട്. മുൻപൊരിക്കൽ വിശാലിനെ ഞാൻ കണ്ടപ്പോൾ സംസാരിക്കുന്നതിനിടെ സ്ട്രെസ്സും ടെൻഷനും ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നും തന്നോട് പറഞ്ഞിരുന്നെന്നും പറയുന്നു. പക്ഷെ അന്ന് താൻ അത് പുറത്തു പറഞ്ഞിരുന്നില്ല. കടങ്ങൾ, പ്രണയപരാജയം, സുഹൃത്തുക്കളുടെ ചതി, സിനിമകളുടെ പരാജയം ഇതൊക്കെ അലട്ടുന്നുണ്ടാകും. നടനാണെങ്കിലും മനുഷ്യനല്ലേ. പൊതുപ്രശ്നങ്ങൾക്ക് വേണ്ടി പോലും നിരന്തരം സംസാരിക്കുന്ന ആളാണ് വിശാൽ. വിശാലിനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ ഷോക്കായി. പനിയാണെന്ന് പറയപ്പെടുന്നത്. പക്ഷെ ഉയർന്ന പനിയുള്ള ഒരാൾക്ക് ഇത്തരം ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വരാൻ കഴിയില്ല. മാത്രമല്ല, പനിയുള്ളവർ ഇത്തരം പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ഡോക്ടർ അനുവദിക്കില്ല. ഇതൊക്കെ വെറുതെ ഒരു കാരണം പോലെ പറയുന്നതാണ്. മറ്റെന്തോ പ്രശ്നമുണ്ട്. ഹൈ പവർ കണ്ണാട ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോഴും സങ്കടം തോന്നി. അവൻ ഇനി സിനിമയിൽ കോങ്കണിനുള്ള കഥാപാത്രമായി വിശാൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷം വിശാലിന് കാഴ്ച നഷ്ടപ്പെട്ടു. ഡബ്ബിങ്ങിന് വന്നപ്പോൾ തനിയെ വിശാലിന് കോങ്കണിന് വരുമായിരുന്നു. ഭാര്യയും കുഞ്ഞുമൊക്കെ ഒരു കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ വിശാൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് ചെയ്യാറു ബാലു പറഞ്ഞിരിക്കുന്നത്. നിർമ്മാതാവ് GK റെഡ്ഡിയുടെ ഇളയ മകനാണ് വിശാൽ കൃഷ്ണ റെഡ്ഡി എന്ന വിശാൽ. വിശാൽ ഫിലിം ഫാക്ടറി എന്ന ബാനറിന് കീഴിലാണ് വിശാൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. 2013 പൊങ്കൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ് മദഗജരാജ. ഏതായാലും നടന്റെ ഈ ഒരു ലുക്കും അതിനിടയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ നാക്കുകുഴയുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ്.